ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തേത് മരത്തിൻ്റെ ഒരു ചെറിയ ചില്ലയും അതുപോലെ കളയാൻ വെച്ചിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്ററിൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഗാർഡനെ വളരെ മനോഹരമാക്കി തീർക്കുന്ന ഒരു പ്ലാന്ററാണിത്. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ചില്ലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കത്തിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിന് ഒരു പ്രത്യേക ഭംഗി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മരത്തിൻ്റെ ചില്ല നേരിട്ട് മണ്ണിൽ കുഴിച്ചിടാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഒരു പോട്ടിലായാലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചില്ലക്ക് മൊത്തമായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു മരത്തിൻ്റെ ചില്ല മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെയുള്ള കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുപ്പികളുടെ ഹാഫ് ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഹാഫ് ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ഹോൾസും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ചെറിയൊരു ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു മെറ്റൽ സ്റ്റിക്ക് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനിയും ഈ ഒരു ബോട്ടിൽസിനും ഞാനിവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഇനാമൽ പെയിൻ്റ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ പെയിൻ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ ബോട്ടിൽസും ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാ ബോട്ടിൽസിനും പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ജൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജൂട്ട് നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ഹോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് രണ്ട് സൈഡിലത്തെ ഹോൾസിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കെട്ടിയിട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കേട്ടോ ഞാൻ ഈ ഒരു ഹാങ്ങർ പോലെ ഇതാക്കിയെടുത്തത്. അപ്പം ബാക്കിയുള്ള എല്ലാ ബോട്ടിലുകളും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോട്ടിലുകളും ഇതുപോലെ ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജൂട്ട് ഉപയോഗിച്ചത് ഇതിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജൂട്ടിന് പകരം ടാങ്കീസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ടാങ്കീസ് ആകുമ്പോൾ കുറച്ചും കൂടി ബലം കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ ചില്ലുണ്ടല്ലോ, അതുമ്മേ ഈ ഒരു കുപ്പികളൊക്കെ ഹാങ് ചെയ്തിടാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് ഹാങ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു റെഡ് കോമ്പിനേഷൻ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. ഇനി ഈ ഒരു ബോട്ടിൽസിലൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ പോട്ടി മിക്സ് ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പോട്ടി മിക്സ് ആവുമ്പോൾ കുറച്ചുകൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് ജൂട്ടിന് പകരം ടാങ്കീസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ എല്ലാ ബോട്ടിൽസിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബോട്ടിൽസിലായിട്ടും ഈ ഒരു സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോട്ടിൽസിലും പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ സ്പൈഡർ പ്ലാന്റിന് പകരം വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം കത്തിക്കാൻ വെച്ചിരുന്ന ഒരു മരത്തിൻ്റെ ചില്ലയും അതുപോലെ കളയാൻ വെച്ചിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇപ്പം മിക്കവരുടെ വീട്ടിലും ഇതുപോലത്തെ ഐറ്റംസൊക്കെ എന്തായാലും ഉണ്ടാകും. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാകും. അപ്പം ഉള്ളവരൊക്കെ ഇതുപോലെ പ്ലാന്ററൊക്കെ ഉണ്ടാക്കി നോക്കാം. നമ്മളെ ഗാർഡനെ വളരെ മനോഹരമാക്കി തീർക്കുന്നതാണ്. അതുപോലെ അധികം പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.